Hi friends, this is Neenu. Welcome to my channel. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേറൊരു DIY ആണ്. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കൂട്ട് തന്നെയുള്ളൊരു കുഷ്യൻ സ്റ്റൂളാണ്. ഇത് പഴയ ടയറും അതുപോലെ തന്നെ പഴയ കേർട്ടനും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇത് ഫർണിച്ചർ മാത്രമായിട്ടല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൂടി ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇതിനകത്ത് ബുക്കോ ടോയ്സോ എന്ത് വേണേലും സോഫ്റ്റ് ടോയ്സോ എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് വെക്കാം. നല്ല സ്ട്രോങ് ആയ കാരണം വെയിറ്റുള്ള സാധനം വെച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഫ്ലാറ്റുകളിലൊക്കെ സ്ഥലം കുറവല്ലേ, സ്പേസ് കുറവാണ്. അപ്പം നമുക്കൊരു ഹിഡൻ സ്റ്റോറേജ് കിട്ടുക ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതും വളരെ ചെലവ് ചുരുക്കി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ. എനിക്കിത് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഇത് ഉണ്ടാക്കാൻ പറ്റും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴയ ടയർ വെച്ചിട്ടുള്ള സീറ്ററാണ്. ഇതാണ് പഴയ ടയർ എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് 2 സർക്കിളിൽ മുറിച്ചിട്ടുള്ള 2 വുഡൻ പീസ് വേണം, വട്ടത്തിൽ മുറിച്ച്. ഇതാണ് അതിൻ്റെ തിക്നെസ് കേട്ടോ. ഇത് നമുക്ക് കാർപ്പൻറ്ററിനെ കൊണ്ട് മുറിപ്പിക്കാം. പിന്നെ ഇത് എടുക്കേണ്ട അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ പൊങ്ങിയിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടം വരെയായിട്ട് വേണം നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാൻ. ഒരേ അളവിൽ 2 എണ്ണം വേണം. താഴെ നമ്മൾ ലെഗ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് കൂടെ ആയിട്ട് വേണം 2 വുഡൻ സർക്കിൾ പീസ് വേണം. അത് നല്ല സ്ട്രോങ് ആയിരിക്കും. നമുക്കതിനകത്ത് ഇരുന്ന് ചാടിയാലൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിന് വേണ്ടത് ചെറിയ വീതിയിലുള്ള സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിൻ്റെ തിക്നെസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബെഡിൻ്റെ അത്രയും നീളത്തിലാണ് നമുക്കത് മേടിക്കാൻ കിട്ടുന്നത്. ഞാൻ ഈ ടയറിൻ്റെ വീതിക്കനുസരിച്ച് ഞാൻ മുറിച്ചെടുത്തേക്കുന്നതാണ് ഇതുപോലെ പീസായിട്ട്. ഇത് നമ്മൾ ടയറിന് ചുറ്റും നമ്മളിങ്ങനെ പിടിച്ച് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് ഒരേ ലെയറിൽ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഫെവിക്കോൾ CA777 എന്ന് പറഞ്ഞ പശയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ലെവലായിട്ട് എല്ലായിടത്തും വരുന്ന കണക്ക് ആദ്യം നടുഭാഗത്ത് ആദ്യം തേച്ച് കൊടുക്കുക. കഴിഞ്ഞ് പയ്യെ ടയർ ഉരുട്ടിയാൽ മതിയാവും. നമുക്കങ്ങനെ എല്ലാ ഭാഗവും ഉരുട്ടാം. ഈ 2 സ്പോഞ്ചും കൂടെ ഒരേ ഇതിലായിട്ട് മുറിച്ച് എടുത്തേക്കാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ എല്ലാം ചുറ്റിനും നമ്മളതുപോലെ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കിടത്തിയിട്ട് കഴിഞ്ഞിട്ട് ഉൾവശത്തും അതുപോലെ തന്നെ പശ തേച്ചിട്ട് ഒന്ന് പിടിച്ചൊന്ന് അമർത്തി പിടിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഓർന്നു പോകും. ചുളുക്ക് വീഴുന്ന നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് നമ്മൾ പിന്നെ ഇനി സ്റ്റേപ്ലറും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ ചുളുക്കൊന്നും അങ്ങനെ കാണത്തില്ല. അത് നല്ല മുറുക്കെ സ്റ്റേപ്പിളായി വന്നോളും. ഇനി സ്റ്റേപ്പിൾ അടിക്കുക എന്ന് ഒരു ഭാഗം മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലോട്ട് പോയാൽ മതി. നല്ല മുറുക്ക പിടിച്ചിട്ട് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇനി അടുത്ത ഭാഗം അതുപോലെ തന്നെ സെയിം മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ പഴയ കട്ടൻ എടുക്കുക. നമ്മൾ അളവെടുത്ത് അത് മുറിച്ചെടുക്കുക. അതിന് ചുറ്റും ഈ ടയറിന് ചുറ്റും നമ്മൾ റാപ്പ് ചെയ്ത് സ്റ്റേപ്പിൾ അടിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആദ്യം ഒന്ന് കറക്റ്റായിട്ട് ഡിസൈൻ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേപ്പിൾ അടിക്കുകയെന്ന്. ഞാൻ ഈ 2 സൈഡും കൂടെ ഒട്ടിക്കുന്നിടത്തോട്ട് ഞാൻ അതേ ഫെവിക്കോൾ തന്നെ ഞാനൊന്ന് പശ ഒന്ന് തേച്ച് കൊടുക്കുക ചെയ്തേ. ഇനി നമ്മൾ കട്ടൻ്റെ തുണി നല്ലപോലെ വലിച്ച് പിടിച്ച് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്തെടുക്കുകയെന്ന്. ചുറ്റിനും സ്റ്റേപ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് വലിച്ച് പിടിച്ചെടുക്കണം. ചെറിയ ഞൊറിവുകൾ വരും. അത് നല്ല ഭംഗിയാണ് ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. നല്ലപോലെ വലിച്ച് ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് എടുക്കുക. അതിനുശേഷം ഉള്ളിലെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ തയ്യാറാക്കുകയാണ്. അതെൻ്റെ ഉണ്ടായിരുന്ന ഒരു പഴയ ബനിയൻ തുണി ഞാൻ നീളത്തിൽ കണ്ടിച്ചെടുത്തു, ഇതിൻ്റെ അളവിൽ, ഉൾവശത്തെ അളവിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡ് മുഴുവൻ സ്റ്റേപ്പിൾ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് അത് പിടിച്ച് വലിച്ച് പിടിച്ചിട്ട് ഉൾവശം മുഴുവൻ സ്റ്റേപ്പിൾ ചെയ്തെടുക്കുക ചെയ്തത്. മേളത്തെ കുഷ്യനാണ് ഉണ്ടാക്കുന്നത്. അതിന് വട്ടത്തിലുള്ള തടിയെടുത്തിട്ട് അതിലോട്ട് ഈവനായിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5 സെൻറ്റിയുടെ സ്പോഞ്ചാണിത്. അത് നമ്മളതിൽ ഒട്ടിക്കുക. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലേഡ് വെച്ച് മുറിച്ചെടുക്കുക. ഇനി നമ്മൾ സ്പോഞ്ച് മുഴുവനും മുറിച്ച് നമ്മൾ സൈഡ് മുഴുവനും ബ്ലേഡ് വെച്ച് തന്നെ ചെത്തി മിനുക്കി എടുക്കണം. സ്മൂത്തായിട്ട് വേണം നമ്മൾ എടുക്കാൻ സൈഡെല്ലാം. അത് ബ്ലേഡ് വെച്ച് തന്നെ ചെത്തിയാൽ മതിയാവും, പയ്യെ ചെത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേർട്ടൻ്റെ തുണി സ്ക്വയറായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ പുറകിലോട്ട് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഇതിൻ്റെ പുറവശത്ത്, ഈ കുഷ്യൻ്റെ പുറവശത്തായിട്ട് നിങ്ങൾക്കൊരു സ്ക്രൂ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ആദ്യത്തെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ ഇത് ഫിക്സ് ചെയ്ത് വെക്കുക ചെയ്തത്. ഇതുപോലെ പുറകിൽ സ്ക്രൂ കൊടുത്തിട്ട് ടയറിലോട്ട് നമ്മൾ അത് ബോൾട്ട് വെച്ചിട്ട് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ചെയ്തത്, ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാനോ നമുക്കതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് രണ്ടാമത്തെ മെത്തേഡാണ് ഇഷ്ടപ്പെട്ടത്. സ്റ്റോറേജ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് എനിക്കിഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ചുറ്റിന് നല്ലപോലെ വലിച്ച് സ്മൂത്ത് ആക്കിയിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേപ്പിൾ ചെയ്തെടുക്കാൻ. ഇതാണ് മേളിൽ വരുന്ന കുഷ്യൻ, അതുകൊണ്ട് ചുളിവൊന്നും വരാൻ പാടില്ല. നല്ലപോലെ വലിച്ച് പിടിച്ച് നമ്മൾ ഇത് കണ്ടോ സ്മൂത്തായിട്ട് നമ്മൾ പിടിച്ച് സ്റ്റേപ്പിൾ ചെയ്യുവാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സർക്കിൾ എടുത്തേക്കുവാണ്. 2 സർക്കിൾ മുറിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സർക്കിൾ എടുത്തു. അതിന് നമ്മൾ അടിയിൽ കാല് ഫിറ്റ് ചെയ്തേക്കുവാണ്. അതിന് മെലിഞ്ഞ വുഡൻ ബ്ലോക്ക് മേടിച്ചിട്ട് ഒരേ അളവിൽ നമ്മൾ കാർപ്പൻറ്ററിനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചെടുത്തേക്കാണ്. എന്നിട്ട് നമ്മളത് 4 സ്ഥലത്ത് നമ്മളത് സ്ക്രൂ ചെയ്തെടുത്തേക്കാണ്. ഈ കാലല്ലാതെ നമുക്ക് കടയിൽ നിന്ന് ഫാൻസി ആയിട്ട് മേടിക്കാൻ കിട്ടും. ഓരോ കാലിനും ഒരു 10 ദിറം മുതൽ 25 ദിറം വരെ റേറ്റാണ്. അപ്പോൾ ഇത് ഏറ്റവും ചീപ്പായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇനി ഇത് നേരെ നമ്മൾ ഈ ടയറിലോട്ട് നമ്മൾ ഡ്രില്ല് ചെയ്ത് നമ്മൾ ഘടിപ്പിക്കുക ചെയ്യുന്നത്, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുന്നത്. ഇതിന് പല കാലുകൾ വെക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് അതിന് 10 ദിറം മുതൽ നമ്മൾ 25 ദിറം വരെയുള്ള നല്ല ഫാൻസി കാലുകൾ മേടിക്കാൻ കിട്ടും. ഞാനിത് ഏറ്റവും റേറ്റ് കുറച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിത് കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോറേജ് സ്പേസിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ ചെറുതായിട്ട് കട്ടൻ്റെ തുണി മുറിച്ചിട്ട് നമ്മളതൊരു പൈപ്പിംഗ് പോലെ മടക്കി ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിനകത്ത് ഞാൻ സൂചിയോ നൂലോ യൂസേ ചെയ്തിട്ടില്ല. ഫുള്ള് ഞാൻ സ്റ്റേപ്പിളറും അതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വട്ടത്തിൽ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കും. അപ്പം കറുത്ത ഭാഗത്തെ സ്റ്റേപ്പിൾ ചെയ്തേക്കുന്ന വൃത്തിയുടെ അതങ്ങ് മാറിക്കിട്ടും. ഇനി നമ്മൾ മേളത്തെ കുഷ്യൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്തേക്കുന്നത് ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് തന്നെ കർട്ടൻ്റെ ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് പെർഫെക്റ്റ് ആക്കി കൊടുക്കും. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. കുഷ്യൻ്റെ 2 ഭാഗവും സ്മൂത്തായിട്ടിരിപ്പുണ്ട്. ഇനി ഉൾവശം സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ ഇരിക്കും. നമുക്ക് കുട്ടികളുടെ ബുക്കോ ടോയ്സോ എന്ത് വേണേലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടമുള്ള തുണിയും ഒരു പഴയ ടയറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.